ഹായ് ഫ്രണ്ട്സ്, സ്വാഗതം. വർത്തമാനത്തിലും പാചകത്തിലും കൂടുതൽ മസാല ചേർക്കാതെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കാസർഗോഡ് ബീഫ് ഉലർത്തിയത് നമുക്കുണ്ടാകാം. ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി ചതച്ചത്, വെള്ളുള്ളി ചതച്ചത്, പച്ചമുളക്, നാരങ്ങ, സവോള. മല്ലിപ്പൊടി, ഗരം മസാല, ക്രഷ്ഡ് കുരുമുളക്, കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബേലി ലീഫ്. ഇനി കുക്കറിൽ 1/2 കിലോ ബീഫ്, അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെള്ളുള്ളി ചതച്ചത്, ക്രഷ്ഡ് കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ബേലി ലീഫ്, നാരങ്ങാ നീര്, ഉപ്പ്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കുക. കിലോ ബീഫിന് ആവശ്യമുള്ള തേങ്ങാക്കൊത്ത്, പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉള്ളി, വെള്ളുള്ളി. ഈ ചേരുവയിൽ നിന്ന് ഉള്ളി, വെള്ളുള്ളി മാറ്റിവെച്ച് ബാക്കിയൊക്കെ നമ്മൾ വറുത്തെടുക്കാം. അതിൽ പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്താണ് നമ്മൾ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത്. മസാലക്കൂട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തു. പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ബീഫ് ഇനി നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് തേങ്ങെണ്ണയിൽ കടുക് വറുത്തെടുത്ത ശേഷം ചതച്ച വെള്ളുള്ളി, നേരത്തെ മാറ്റിവെച്ച സവോള, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. ആവശ്യമില്ല. അങ്ങനെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. 6-7 വിസിലിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതല്ല, ഇതിൽ ഒരു കാരണവശാലും ഇതിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുക്കറിൽ വേവിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയെടുത്ത ചേരുവകൾ ഇതിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ മാറ്റിവെച്ച മസാലക്കൂട്ട് ഇതിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കാസർഗോഡൻ ബീഫ് ഉലർത്തിയത് റെഡിയായിട്ടുണ്ട്.
ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.